Welcome to Alaami Kitchen. ഇന്ന് വന്നിട്ടുള്ളത് നമ്മൾ വീട്ടിലുള്ള ഡെയിലി നമ്മൾ യൂസ് ചെയ്യുന്ന നമുക്ക് പാത്രം കഴുകാൻ യൂസ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ലിക്വിഡ് വാഷും അതുപോലെ തന്നെ ടോയ്ലറ്റ് ക്ലീനർ ആയിട്ടുള്ള ഹാർപിക്കും എങ്ങനെ ഉണ്ടാക്കാം എന്നുള്ള വീഡിയോ ആണ്. ലിക്വിഡ് വാഷ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ടുള്ള ഐറ്റംസ് ആണ് ഇതൊക്കെ. കളർ, പിന്നെ ഒരു പെർഫ്യൂം, പിന്നെ ഉപ്പ്, പിന്നെ കാസ്റ്റിക് സോഡ എന്ന് പറഞ്ഞിട്ടുള്ളത്, പിന്നെ സ്ലറി. ഇത്രയാണ് വേണ്ടത്. ഇത്രയാണ് നമുക്ക് കടയിൽ നിന്ന് അതിൻ്റെ കിറ്റ് വാങ്ങിയാൽ കിട്ടാൻ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ആദ്യം നമുക്ക് ഈ കാസ്റ്റിക് സോഡയാണ് നമുക്കത് വെള്ളത്തിൽ ലയിപ്പിച്ചെടുക്കേണ്ടത്. ആദ്യം അതിന് വേണ്ടി ചെയ്യേണ്ടത് ഒരു പ്ലാസ്റ്റിക് ബക്കറ്റ് എടുത്തിട്ട് അതിലേക്ക് 4 ലിറ്റർ വെള്ളം ഒഴിച്ചിട്ട് കാസ്റ്റിക് സോഡ മെൽറ്റാക്കി എടുക്കണം. അപ്പം ആദ്യം കാസ്റ്റിക് സോഡ ബക്കറ്റിൽ ഇട്ട് കൊടുത്തിട്ട് 4 ലിറ്റർ വെള്ളം ഒഴിച്ച് കൊടുക്കുക. എന്നിട്ട് ഒരു പ്ലാസ്റ്റിക്കിൻ്റെ തന്നെ ഒരു വടിയോ, ഞാനിപ്പോൾ എടുത്തിട്ടുള്ളത് നമ്മുടെ ചൂലിൻ്റെ ബാക്ക് സൈഡിലുള്ള ആ ഒരു പ്ലാസ്റ്റിക്കിൻ്റെ ഒരു ഭാഗമാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ വേറെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതെടുക്കാം. അപ്പോൾ മരത്തിൻ്റെ ആയാലും പ്ലാസ്റ്റിക് ആയാലും കുഴപ്പമില്ല, നമ്മൾ ഇരുമ്പ് അങ്ങനത്തെ ഉള്ള ഐറ്റംസ് ഒന്നും എടുക്കരുത്. അപ്പോൾ അത് വെച്ചിട്ട് നന്നായിട്ട് കലക്കി കൊടുക്കുക. ഇത് കലക്കിയിട്ട് നമ്മളൊരു മിനിമം 4 മണിക്കൂർ, മാക്സിമം നമുക്ക് ഇപ്പോൾ രാത്രി ഉണ്ടാക്കിയിട്ട് കലക്കിയിട്ട് രാവിലെ ആണെങ്കിൽ അങ്ങനെ ചെയ്യാം. അപ്പോൾ രാവിലെ കലക്കിയിട്ടാണെങ്കിൽ രാത്രി അങ്ങനെയും ചെയ്യാം. അപ്പോൾ മിനിമം 4 മണിക്കൂർ നമ്മൾ അത് തണിയാൻ വേണ്ടിയിട്ട് വെക്കണം. എന്നിട്ടാണ് നമ്മൾ അതിൽ ബാക്കിയുള്ള ഐറ്റംസിനെ നമ്മൾ ചേർക്കേണ്ടത്. ഞാനിപ്പോൾ രാത്രി കലക്കി വെച്ചിട്ട് രാവിലെയാണ് ബാക്കിയെല്ലാം ചെയ്യുന്നത്. അപ്പോൾ 1 ലിറ്ററിൻ്റെ ഒരു ബ്ലാക്ക് കളറിലൊരു ലിക്വിഡാണ് നമുക്ക് കിട്ടാൻ, സ്ലറി. അപ്പോൾ അത് ഈ നമ്മൾ കലക്കി വെച്ചിട്ടുള്ള ആ ലായനിയിലേക്ക് ആ സ്ലറി ഒഴിച്ചിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. അതിന് ശേഷം വേണ്ടത് നമ്മളൊരു കുറച്ച് വെള്ളത്തിൽ വേറെ നമുക്കതിൽ കിട്ടിയത് ഉപ്പാണ്. അപ്പോൾ ഉപ്പ് ഒരു വെള്ളത്തിൽ നന്നായിട്ട് കലക്കിയിട്ട് നമ്മൾ മിക്സ് ചെയ്ത് വെച്ചിട്ടുള്ള ബക്കറ്റിലേക്ക് ഒഴിച്ചു കൊടുക്കണം. അതുപോലെ തന്നെ കളറ് നമ്മൾ വെള്ളത്തിൽ ചേർത്തിട്ടാണ് ഈ ഒരു ലിക്വിഡിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നത്. കാരണം നമ്മൾ നേരിട്ടിട്ട് അതിലേക്ക് ഒഴിച്ചു കൊടുക്കുമ്പോൾ അത് പെട്ടെന്ന് നമുക്ക് മിക്സായി കിട്ടില്ല. അതുമാത്രമല്ല അതൊന്ന് പിരിഞ്ഞു പോയ പോലെ ആകാനും ചാൻസ് ഉണ്ട്. അപ്പം കുറച്ച് വെള്ളത്തിൽ കലക്കിയിട്ട് ഒഴിച്ചു കൊടുക്കുന്നതാണ് നല്ലത്. ഇതിപ്പം ഗ്രീൻ കളറാണ് ഇതിൽ ആഡ് ചെയ്യുന്നത്. നമുക്ക് ഇഷ്ടമുള്ള കളർ ഏതാണെന്ന് വെച്ചാൽ അവരടുത്ത് പറഞ്ഞാൽ അവർ തരും. ഓറഞ്ച്, ഗ്രീന്, റെഡ്, ഏത് കളർ വേണമെങ്കിലും നമുക്ക് ചൂസ് ചെയ്യാം. അതുപോലെ നമ്മളിത് മിക്സ് ചെയ്യുന്ന സമയത്ത് എപ്പോഴും ശ്രദ്ധിക്കേണ്ടത് ക്ലോക്ക് വൈസിൽ വേണം നമ്മളിത് മിക്സ് ചെയ്ത് കൊടുക്കാൻ. അതായത് എല്ലാം ഒരു ഭാഗത്തേക്ക് തന്നെ വലത്തോട്ട് തന്നെ നമ്മൾ മിക്സ് ചെയ്ത് കൊടുക്കണം. അങ്ങോട്ടും ഇങ്ങോട്ടും ആക്കിയിട്ട് നമ്മൾ കലക്കി കൊടുക്കുമ്പോൾ ചിലപ്പോൾ അത് പിരിഞ്ഞു പോവും. എല്ലാ സമയത്തും ഇല്ല, ചില സമയത്ത് അത് പിരിഞ്ഞു പോയ പോലെ ആവും. അപ്പോൾ ഒരേ ഭാഗത്ത് തന്നെ നമ്മൾ കലക്കി കൊടുക്കുകയാണെങ്കിൽ ആ ഒരു പ്രശ്നം നമുക്ക് ഒഴിവാക്കി കിട്ടും. സ്ലറി ചേർത്ത് കഴിഞ്ഞിട്ട് നമ്മളിതിൽ 4 ലിറ്റർ വെള്ളം കൂടിയും ചേർക്കുന്നുണ്ട്. ടോട്ടലി നമ്മൾ എടുക്കുന്നത് 8 ലിറ്റർ വെള്ളമാണ്. പിന്നെ ഉപ്പ് കലക്കാനും കളർ കലക്കാനും എല്ലാം കൂടിയിട്ട് കുറച്ച് വെള്ളം കൂടിയും ചേർക്കുന്നുണ്ട്. അപ്പോൾ ടോട്ടലി നമുക്കിത് 9 ലിറ്റർ ലിക്വിഡ് കിട്ടും. 1 ലിറ്റർ സ്ലറിയും 8 ലിറ്റർ നമ്മൾ ഒഴിച്ചു കൊടുക്കുന്ന വെള്ളവും കൂടിയിട്ട്. അപ്പോൾ നമുക്ക് ഇതിന് വരുന്ന കോസ്റ്റ് എന്ന് പറയുന്നത് 250 രൂപയാണ് ഈ ഒരു ലിക്വിഡിൻ്റെ കിറ്റിന് വരുന്ന കോസ്റ്റ്. അപ്പോൾ ബാക്കി നമ്മൾ ഇത്രയും ലിക്വിഡ് ഉണ്ടാക്കിയിട്ട് 250 രൂപയ്ക്ക് നമുക്ക് 9 ലിറ്റർ ലിക്വിഡാണ് കിട്ടാൻ. അപ്പോൾ ഈ ഒരു കിറ്റ് നമുക്ക് എവിടെ നിന്നാണ് കിട്ടുന്നത്, നമ്മളെ നാട്ടിൽ എവിടെയെങ്കിലും കിട്ടുന്നുണ്ടെങ്കിൽ അന്വേഷിച്ചിട്ട് നമുക്ക് വീട്ടിൽ ഉണ്ടാക്കി വെച്ചാൽ നമുക്ക് 6 മാസം 1 കൊല്ലം വരെ നമുക്കിത് യൂസ് ചെയ്യാം. ഒരു കുഴപ്പം ഉണ്ടാവില്ല. നല്ല ക്യാനിലും അതുപോലെ തന്നെ ബോട്ടിലെല്ലാം ആക്കി സൂക്ഷിക്കുന്നതാണെങ്കിൽ. ഇതിപ്പോൾ നമ്മുടെ നാട്ടിൽ കിട്ടുന്ന സ്ഥലവും നമ്മുടെ തലശ്ശേരിയിലും കിട്ടുന്ന അതിൻ്റെ വാങ്ങിക്കുന്ന ആ സ്ഥലത്തിൻ്റെ നമ്പറും ഡീറ്റെയിൽസിലും ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം. അപ്പോൾ ഇനി ഉണ്ടാക്കുന്നത് ഹാർപിക്കാണ്. നമ്മൾ ടോയ്ലറ്റ് ക്ലീനറിനെ യൂസ് ചെയ്യുന്ന ഹാർപിക്കാണ് യൂസ് ചെയ്യുന്നത്. അതിന് വേണ്ടിയിട്ട് നമുക്ക് ആദ്യം 4 ലിറ്റർ വെള്ളം ഒഴിച്ച് കൊടുക്കണം. പിന്നെ നമുക്ക് ആ കിറ്റിൻ്റെ കൂടെ ഒരു കളർലെസ് ആയിട്ടുള്ള ഒരു ട്രാൻസ്പെറൻ്റ് ആയിട്ടുള്ള ഒരു ലിക്വിഡ് കിട്ടും. ഒരു 1/4 ലിറ്റർ 1/2 ലിറ്ററാണ് അത് വരാൻ. അപ്പോൾ അത് ചേർത്തിട്ടാണ് ആദ്യം മിക്സ് ചെയ്ത് കൊടുക്കേണ്ടത്. അതിന് ശേഷമാണ് നമ്മളിതിൽ സ്ലറി ചേർത്ത് കൊടുക്കുന്നത്. അത് നമ്മൾ ചേർത്താൽ തണുക്കാൻ വെക്കേണ്ട ആവശ്യമൊന്നുമില്ല. അത് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുത്തതിന് ശേഷം തന്നെ നമുക്കിത് ആ സ്ലറി ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. ഇതിൽ നമുക്ക് 1 ലിറ്റർ സ്ലറിയാണ്. സ്ലറി എന്ന് പറയുന്നത് നമുക്ക് ഈ ബോട്ടിലിൽ ബ്ലാക്ക് കളറിലാണ് കിട്ടാൻ.
അപ്പോൾ അത് 1 ലിറ്ററാണ് ഈ ഹാർപിക്കിനും കിട്ടാൻ. അപ്പോൾ ആ 1 ലിറ്ററും കൂടി ഇതിൽ ചേർത്തിട്ട് മിക്സ് ചെയ്ത് കൊടുക്കണം. ഇതിപ്പോൾ ചെറിയ ബോട്ടിലായതുകൊണ്ടാണ് 2 ബോട്ടിൽ, അപ്പോൾ 1 ലിറ്ററിൻ്റെ ആണെങ്കിൽ 1 ബോട്ടിൽ തന്നെ ഉണ്ടാവും. അപ്പം ആദ്യം ആ ലിക്വിഡ് ഒഴിച്ച് കൊടുത്തതിന് ശേഷം ഈ സ്ലറി ഒഴിച്ച് കൊടുക്കുക. എന്നിട്ട് ഇതിലേക്ക് വീണ്ടും നമ്മൾ 4 ലിറ്റർ വെള്ളം ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. നമ്മൾ നന്നായിട്ട് ഇത് ഇളക്കി കൊടുക്കണം. അപ്പോഴാണ് ഇത് നല്ല തിക്കായിട്ട് വരും. നമ്മൾ പെട്ടെന്ന് മിക്സ് ചെയ്യാണ്ട് വെക്കുന്നതാണെങ്കിൽ ഇത്ര തിക്നെസ് കിട്ടില്ല. അപ്പോൾ നല്ല കൊഴുപ്പിൽ കിട്ടണമെങ്കിൽ നന്നായിട്ട് ഇതുപോലെ ഇളക്കി കൊടുക്കണം. പിന്നെ നമുക്ക് ഹാർപിക്കിൻ്റെ കിറ്റിൽ കിട്ടാൻ ഉപ്പാണ്. അപ്പോൾ ഉപ്പ് നമ്മൾ നേരിട്ടല്ല ചേർത്ത് കൊടുക്കുന്നത്. നേരത്തെ നമ്മൾ വെള്ളത്തിൽ ചേർത്തിട്ട് മിക്സ് ചെയ്ത് കൊടുത്ത പോലെ തന്നെ കുറച്ച് വെള്ളത്തിൽ നന്നായിട്ട് കലക്കിയിട്ടാണ് ചേർത്ത് കൊടുക്കുന്നത്. അല്ലെങ്കിൽ ഉപ്പ് അതിൽ മിക്സ് ആകാണ്ട് അടിയിൽ പോയിട്ട് നിൽക്കും. അപ്പോൾ ഇതുപോലെ കലക്കിയിട്ട് ഒഴിച്ചു കൊടുക്കുന്നതാണെങ്കിൽ അങ്ങനെ ഉണ്ടാവില്ല. അപ്പോൾ നന്നായിട്ട് ഉപ്പ് കലക്കിയിട്ട് വേണം, വെള്ളത്തിൽ കലക്കിയിട്ട് വേണം ആ ലിക്വിഡിലേക്ക് ഒഴിച്ചു കൊടുക്കാൻ, ബക്കറ്റിലേക്ക് ഒഴിച്ചു കൊടുക്കാൻ. എന്നിട്ട് ഇതുപോലെ തന്നെ ക്ലോക്ക് വൈസിൽ മിക്സ് ചെയ്ത് കൊടുക്കാം. നമ്മൾ ഇതിൽ ഇനി നമുക്ക് തരുന്നത് അവർ 2 ഐറ്റംസാണ്. ഒരു ബോട്ടിൽ ഒരു പെർഫ്യൂം തരും, പിന്നെ ഒരു ബോട്ടിൽ വേറൊരു ലിക്വിഡ് ഉണ്ട്, ചെറിയൊരു ലിക്വിഡാണ്, പിന്നെ കളറ്. ഇത്രയാണ് ഹാർപിക്കിൻ്റെ കിറ്റിൽ കിട്ടാൻ. അത് നമ്മളിതുപോലെ തന്നെ വെള്ളത്തിൽ കലക്കി കൊടുത്തിട്ട് ലിക്വിഡിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഹാർപിക്കിനപ്പോൾ നമുക്ക് ബ്ലൂ കളറാണ് കിട്ടാൻ. ഹാർപിക്ക് നമ്മൾ കടയിൽ നിന്ന് വാങ്ങിക്കുമ്പോൾ ബ്ലൂ കളറിലാണ് കിട്ടാൻ. അപ്പോൾ അതുകൊണ്ട് അതിനപ്പോൾ നമുക്ക് ബ്ലൂ കളറിലാണ് കിട്ടുക. ഇതുപോലത്തെ ഐറ്റംസിൻ്റെ എല്ലാ ഐറ്റംസിൻ്റെ കിറ്റും നമുക്കിപ്പോൾ ഷോപ്പിൽ സാധാരണ ഷോപ്പല്ല, ഇതിൻ്റെ തന്നെ ഒരു സെപ്പറേറ്റ് ആയിട്ടുള്ള ഷോപ്പുണ്ട്. പിന്നെ അതുപോലെ തന്നെ വേറൊരു ക്രിസ്ത്യൻസിൻ്റെ അവർ നടത്തുന്ന ഒരു സ്ഥാപനമുണ്ട്. അവിടെ ഇതിൻ്റെ കോച്ചിങ്ങും എങ്ങനെ ഉണ്ടാക്കേണ്ടതെന്നുള്ള കോച്ചിങ്ങും, അതുപോലെ തന്നെ നമ്മൾ കിറ്റ് വാങ്ങിക്കുന്ന സമയത്ത് അവർ തന്നെ പ്രിൻ്റ് ചെയ്തൊരു നോട്ടീസ് നമുക്ക് തരും എങ്ങനെ ഉണ്ടാക്കേണ്ടതെന്നുള്ളതെല്ലാം. അതുകൂടാണ്ട് അവർ ക്ലാസ്സും എടുക്കലുണ്ട്. ഇപ്പോൾ കൊറോണ ആയതുകൊണ്ട് അത് തൽക്കാലം നിർത്തി വെച്ചിട്ടാണുള്ളത്. അപ്പോൾ നമുക്ക് ഇവിടെ തലശ്ശേരിയാണ് അതിൻ്റെ ക്ലാസ്സും ഐറ്റംസ് എല്ലാം സെയിൽ ചെയ്യുന്നത്. നമ്മൾ പുറത്തുനിന്ന് വേറൊരു ഔട്ട്ലെറ്റിൽ നിന്ന് വാങ്ങിക്കുന്നതിലും റേറ്റ് കുറഞ്ഞിട്ടാണ് അവിടെ നിന്ന് കിട്ടാൻ. അപ്പോൾ മെയിനായിട്ട് അവിടെയാണ് ആദ്യം നമുക്ക് ഇത് കിട്ടാറുള്ളത്. ഇപ്പം പിന്നെ നമ്മൾ അടുത്തെല്ലാം കിട്ടുന്നുണ്ട്. അപ്പം നമ്മുടെ നാട്ടിൽ എവിടെയാണെന്ന് വെച്ചാൽ അന്വേഷിച്ചിട്ട് ഇതുപോലെ വാങ്ങിച്ചിട്ട് ഉണ്ടാക്കുന്നതാണെങ്കിൽ നമുക്ക് ഒരുപാട് പൈസ നമുക്ക് ഇതിൽ നിന്ന് സേവ് ചെയ്യാൻ പറ്റും. മാത്രമല്ല നമ്മൾ ലിക്വിഡിലാണെങ്കിൽ നമ്മളെ കൈക്കൊന്നും ഒരു കുഴപ്പമില്ല. നമ്മൾ ചിലപ്പോൾ കടയിൽ നിന്ന് വാങ്ങിക്കുന്ന ലിക്വിഡ് സോപ്പെല്ലാം യൂസ് ചെയ്താൽ പാത്രമെല്ലാം കഴുകിയാൽ കൈയിൻ്റെ തോല് പൊളിയോ അങ്ങനെ ചില പ്രശ്നങ്ങളെല്ലാം ഉണ്ടാവും. നമ്മളിപ്പോൾ വീട്ടിൽ ഈ ഒരു രീതിയിൽ ഉണ്ടാക്കുന്ന ആകുമ്പോൾ ഒരു കുഴപ്പമില്ല, കൈക്കൊന്നും എത്ര ലിക്വിഡ് നമ്മൾ യൂസ് ചെയ്താലും ഒരു പ്രശ്നം ഉണ്ടാവില്ല. ₹250 9 ലിറ്റർ ഹാർപിക്കും അതുപോലെ തന്നെ ₹250 9 ലിറ്റർ ലിക്വിഡ് വാഷ് നമുക്ക് കിട്ടി. നല്ല തിക്കായിട്ടുള്ള ലിക്വിഡാണ്. നമുക്കിതിന് പാത്രം കഴുകാൻ എടുക്കുന്ന സമയത്ത് കുറച്ച് ബോട്ടിലിൽ കുറച്ച് ലിക്വിഡ് എടുത്തിട്ട് ബാക്കി വെള്ളം ചേർത്ത് മിക്സ് ചെയ്തിട്ട് എടുത്താൽ മതി. നമ്പറും ഡീറ്റെയിൽസ് എല്ലാം ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നതാണ്. വീഡിയോ ഇഷ്ടമായാൽ എല്ലാവരും സപ്പോർട്ട് ചെയ്യുക. ഇൻഷാ അല്ലാഹ് അടുത്ത നല്ലൊരു വീഡിയോയിൽ കാണാം.